സൈബർ പോരാളി വിമർശന വിവാദത്തിൽ വിശദീകരണവുമായി എം.വി. ജയരാജൻ. വ്യാജ പ്രൊഫൈലും നുഴഞ്ഞുകയറ്റക്കാരും കരുതിയിരിക്കാനാണ് നിർദ്ദേശിച്ചത്. പോരാളി ഷാജിയുടെ പേരിൽ പല പ്രൊഫൈലുകളുമുണ്ട്. പോരാളി ഷാജിയുടെ യഥാർത്ഥ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നും എം.വി. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം, 10 ആണോ 100 ആണോ, എത്ര എണ്ണം? ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി? ഇത് സമൂഹത്തിന് അറിയണ്ടേ? കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് സേഫ് സൈലാബ്ദീൻ ചേർന്നുണ്ട്. സേഫ്, ഈ വിവാദത്തിൽ എന്താണ് ജയരാജന്റെ വിശദീകരണം? രണ്ട് നേതാക്കന്മാരുടെ പ്രതികരണം നമ്മൾ കേൾക്കുന്നുണ്ട് രേഷ്മ. ആദ്യം നമുക്ക് എം.വി. ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക് പോയിട്ട് രേഷ്മ പറയുന്ന ചോദ്യത്തിലേക്ക് വരാം എന്ന് തോന്നുന്നു. ചില ബോധ്യത്തിന്റെ ചില വെളിപാടുകളുടെ അടിസ്ഥാനത്തിലാണ് എം.വി. ഗോവിന്ദൻ സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് തോറ്റു എന്ന് താത്വികമായി അവലോകനം നടത്താതെ കൃത്യമായ കാരണങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. പാർട്ടി ഒരു തിരുത്തൽ രേഖ നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഭരണ തുടർച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി കേഡർമാർക്കിടയിൽ ജീർണതയുണ്ടാകും എന്നുള്ളതായിരുന്നു ആ തിരുത്തൽ രേഖയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തുടർഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി കേഡർമാർ കൃത്യമായ ഇടപെടലുകൾ നടത്തണം, ജനങ്ങൾക്കിടയിൽ ഇടപെടലുകൾ നടത്തണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുണ്ടായിട്ടില്ല എന്നൊരു സ്വയം വിമർശനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. സംഘടനാപരമായ പിഴവുകൾ ഈ തോൽവിക്ക് കാരണമായി എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ആദ്യ സർക്കാർ അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നു. ആദ്യ സർക്കാർ അവസാനിക്കുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നു, കിറ്റ് കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വോട്ടിന് ഒരു പരിധിവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ബോധ്യം CPM-നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് നടക്കുന്നില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് CPM സംസാരിക്കുന്നത്. അതൊരു കാരണമായി തന്നെ പറയുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാർട്ടിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം എന്തായാലും കടക്കും. അത് 16 മുതൽ 20 വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ആ തിരുത്തൽ നടപടികളിലേക്ക് കടക്കുമെന്ന സൂചന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നൽകുന്നുണ്ട്. ഇനി രേഷ്മ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹ മാധ്യമ ഇടപെടലുമായി ബന്ധപ്പെട്ട് അത് പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വടകരയിലും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അത് UDF തിരിച്ചടിക്കുന്നത് ആ കാഫിർ എന്ന കാർഡും മറ്റും ഇറക്കിയത് CPM നേതാക്കളാണ് എന്ന് UDF തുടർച്ചയായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പോരാളി ഷാജി, അതുപോലെ തന്നെ ചെങ്കൊടി എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പ്രൊഫൈലുകൾ മറ്റും ഉണ്ട്. ഈ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട് ഒരു CPM-ന്റെ നേതാവ് ഇതിൻ്റെ അഡ്മിൻ ആരാണെന്ന് വെളിപ്പെടുത്തണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. അത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ അത് ഗൗരവ സ്വഭാവത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ ഈ സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ സമൂഹവാദികൾ നമ്മൾ കേൾക്കുന്ന പോലെ കടന്നലുകൾ കൂട്ടം കൂടുന്ന പോലെ തന്നെ അക്രമവും മറ്റും ഉണ്ടാകുന്നു. അത് നെഗറ്റീവ് ഇമേജ് പൊതുവെ ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അത് വേണ്ട എന്ന തരത്തിലാണ് താൻ പറഞ്ഞത് എന്നുകൂടി പറയുന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമ ഇടപെടലിൽ വലിയ ശ്രദ്ധ വെക്കാൻ വേണ്ടി CPM ആലോചിക്കുന്നുണ്ട്. അത് പാർട്ടി കേഡർമാർക്കിടയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി CPM ആലോചിക്കുന്നുണ്ട് എന്ന സൂചനയായി കൂടി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം.വി. ജയരാജൻ്റെ വാക്കുകളെ നമുക്ക് എടുക്കാനും കഴിയും. രേഷ്മ.